ശരി ബിജീഷ, ദൃശ്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. സൈഫു, എത്ര പെട്ടെന്നാണ് എല്ലാം കത്തിച്ചാമ്പലായിരിക്കുന്നത്. ജീവൻ നഷ്ടപ്പെട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ അവരുടെ ജീവനോപാധി പൂർണ്ണമായി ഇല്ലാതായിരിക്കുന്നു. തീർച്ചയായും ആ വ്യാപാരികളുടെയും എന്ന് വെച്ചാൽ ആ മൊത്തം കടകളുടെയും ജീവനക്കാരുടെയും ഒക്കെ പുനരുജ്ജീവനം അതൊരു വലിയ പ്രധാനപ്പെട്ട ചോദ്യമായി ബാക്കി നിൽക്കുന്നു. മാത്രമല്ല, എങ്ങനെയാണ് ഇങ്ങനെയില്ല ഇത്രയും ഒരു നഗരഹൃദയത്താണ് പക്ഷേ ഇതൊക്കെ ഒരു തീപിടുത്തം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ കാര്യമായൊരു സുരക്ഷ. നമ്മൾ പല സ്ഥലങ്ങളിലും കോഴിക്കോടൊക്കെ അടിക്കടി തീപിടുത്തത്തിന്റെ വാർത്തകൾ വരുമ്പോൾ നമ്മൾ കരുതാറുണ്ട്. കാരണം എന്ത് സുരക്ഷയാണ് അപ്പോൾ ഇങ്ങനെ ഒരു ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞ് മുഴുവൻ കത്തിച്ചാമ്പലാകുന്നിടത്ത് ഉള്ളത് എന്നുള്ളത്. ഇൻഷുറൻസ് ഒക്കെ ഉണ്ടാവുമായിരിക്കും. ഇൻഷുറൻസ് ഉണ്ടാവും, പക്ഷേ ഈ കെട്ടിട നിർമ്മാണം അല്ലെങ്കിൽ അത് പഴകിയതാണോ, അതിന്റെ വയറിംഗ് പഴയതാണോ, അങ്ങനെ പരിശോധനകൾ അത് ഒന്നും നടക്കുന്നില്ല എന്നുള്ളത് കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. ഇവർക്കുള്ള നഷ്ടപരിഹാരം കാര്യങ്ങളൊക്കെ എങ്ങനെ കിട്ടും എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു മനുഷ്യായുസ് കൊണ്ട് സമ്പാദിച്ചു വെച്ചതെല്ലാം ഒരു പക്ഷേ നഷ്ടപ്പെടും. ആകെ ഒരു ആശ്വാസം എന്താ ജൽസി, ഇപ്പോൾ ഓൺലൈൻ പേയ്മെന്റിന്റെ ഒരു കാലമാണ്. അങ്ങനെ ചെറിയൊരു ആശ്വാസം ഉണ്ടായിരിക്കും. പണ്ടൊക്കെ ആണെങ്കിൽ മുഴുവനായി കറൻസി വരുന്നു, ആ കറൻസി രാത്രി അവിടെ കീപ്പ് ചെയ്ത് പോകുന്നു, അത് കത്തിനശിക്കും. ഇപ്പോൾ ഒരു പകുതിയെങ്കിലും ഓൺലൈൻ പേയിങ് ആയി പോകുന്നുണ്ട്, ഗൂഗിൾ പേ വഴിയും ഫോൺ പേ വഴിയും. ധാരാളം സ്റ്റോക്ക് ചെയ്ത ആളുകളൊക്കെയാണ് ബുദ്ധിമുട്ടിയിരിക്കുന്നത്. ശരി, അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ എം വി ഗോവിന്ദൻ അടക്കം സന്ദർശിക്കുന്നുണ്ട്, ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ വ്യാപാരി വ്യവസായ വികസന സമിതി പ്രസിഡന്റ് പറഞ്ഞ പോലെ ഒരു പ്രത്യേക പാക്കേജ് അവരുടെ കാര്യത്തിൽ വേണമെന്നാണ്. അപ്പോൾ ഒരു സജീവമായ ശ്രദ്ധ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അവരുടെ കാര്യത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നിപ്പോൾ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രധാനപ്പെട്ട ചില ചർച്ചകളൊക്കെ നടക്കാനിരിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. പ്രധാനമന്ത്രിയെ കാണാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമയം തേടിയിട്ടുണ്ട്. വയനാട് പാക്കേജ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഉന്നയിക്കും. തൗഫീഖ് അസ്ലമാണ് വിവരങ്ങൾ നൽകുന്നത് ഡൽഹിയിൽ നിന്ന്. തൗഫീഖ്, ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മുണ്ടക്കൈ പുനരധിവാസത്തിന് കേന്ദ്രം നൽകിയത് 260 കോടി മാത്രമാണ്. 2221 കോടിയാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ അതുമായുള്ള കാര്യങ്ങളാണ് ഇന്നലത്തെ ചർച്ചയിൽ വന്നത്. ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയെ കാണുമ്പോൾ സമാനമായ വിഷയങ്ങൾ തന്നെയായിരിക്കുമോ ചർച്ചയ്ക്ക് വരിക? എന്താണ് വിവരങ്ങൾ തൗഫീഖ്? ജിൽസി, രാവിലെ 11 മണിയോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. കഴിഞ്ഞ ദിവസം തന്നെ പ്രധാനമന്ത്രിയുടെ അപ്പോയിന്റ്മെന്റ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തേടിയിരുന്നു. 2 ദിവസത്തെ പരിപാടിക്കായിട്ട് പ്രധാനമന്ത്രി മഹാരാഷ്ട്രയിലായിരുന്നു. അതിനുശേഷം ഇന്നലെ രാത്രിയോടുകൂടി ഡൽഹിയിൽ എത്തിയിട്ടുണ്ടെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ 11 മണിയോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. വയനാട് പാക്കേജ് തന്നെയായിരിക്കും ഈ കൂടിക്കാഴ്ചയിൽ പ്രധാനമായും ഉന്നയിക്കുക. 2000 കോടിയിലധികം രൂപയാണ് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് ചോദിച്ചത്. എന്നാൽ കഴിഞ്ഞ ദിവസം 200ഓളം കോടി രൂപ മാത്രമാണ് കേന്ദ്രം അനുവദിച്ചത്. അതുകൊണ്ട് ബാക്കി തുക കൂടി നൽകിയാൽ മാത്രമേ വയനാടിന്റെ പുനരധിവാസം സർക്കാർ വിചാരിച്ചതുപോലെ ഭംഗിയായി തീർക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് കേന്ദ്രത്തിന്റെ സഹായം ലഭിച്ചേ തീരൂ. അക്കാര്യത്തിലായിരിക്കും ഇന്ന് പ്രധാനമന്ത്രിയുമായി കൂടുതൽ സമയം ചർച്ചയുണ്ടാവുക. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എയിംസുമായി ബന്ധപ്പെട്ടുള്ളതാണ്. കേരളത്തിലെ എയിംസ് വർഷങ്ങളായിട്ട് കേരളം ആവശ്യപ്പെടുന്ന കാര്യമാണ്. എയിംസുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പലതരത്തിലുള്ള ചർച്ചകൾ ഇപ്പോൾ ചൂടുപിടിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രി ഇന്ന് കാണുകയാണെങ്കിൽ പ്രധാനമായും ഈ എയിംസിന്റെ കാര്യം കൂടി മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. എത്രയും വേഗം കേരളത്തിന്റെ എയിംസ് എന്ന ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടാകണമെന്നുള്ളൊരു കാര്യം കൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടുകയും ചെയ്യും. പ്രധാനമായും ഈ 2 കാര്യങ്ങളായിരിക്കും പ്രധാനമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ഉന്നയിക്കുക എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊന്ന്, ഇന്നലെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായിട്ട് മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിൽ പ്രധാനമായും ഉന്നയിച്ചത് ഈ മാവോയിസ്റ്റ് മേഖലയിൽ നിന്നും വയനാടിനെയും കണ്ണൂരിനെയും ഒഴിവാക്കിയത് പുനഃപരിശോധിക്കണമെന്നുള്ളൊരു കാര്യം ഇന്നലെ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു.